മുസ്നദ് അഹ്മദ്, ഇബ്നു ഹിബ്ബാൻ എന്നീ കിതാബുകളിലൊക്കെ ഉദ്ധരിക്കപ്പെട്ട ഹദീസ്. ഷെയ്ഖൈന്റെ ഷർത്ത് പ്രകാരം സ്വഹീഹായ സനദോടു കൂടിയുള്ള ഹദീസ്. വമാ സുനിയത് ഫിത്നത്തുൻ മുൻദു കാനത്തി ദുനിയ സ്വഗീറത്തുൻ വലാ കബീറത്തുൻ ഇല്ലാ തത്തൗൽ ഫിത്നത്തി ദജ്ജാൽ. ഈ ദുനിയാവിൽ ഉള്ള വലുതും ചെറുതുമായ എല്ലാ ഫിത്നകളും വരാൻ പോകുന്ന ദജ്ജാലിന്റെ ഫിത്നക്കുള്ള മുന്നൊരുക്കമാണ്. ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ നമ്മൾ ലോക സംഭവങ്ങളെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു വിഷയം, ഈ ലോകത്ത് നടന്നിട്ടുള്ള മഹായുദ്ധങ്ങൾ, സംഘടനകളുടെ ഉയർച്ച താഴ്ചകൾ, രാജവംശങ്ങളുടെ വരവും പോക്കും, ഇതിൻ്റെ എല്ലാം പിന്നിൽ ചാലകശക്തിയായി നൂറ്റാണ്ടുകളായി, ഒരുപക്ഷെ സഹസ്രാബ്ദങ്ങളായി ദജ്ജാലിന്റെ ഏജന്റുമാരുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ദജ്ജാൽ വളരെ പുരാതനമായ ഒരു സൃഷ്ടിയാണ്. ദജ്ജാൽ ബന്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അവന്റെ ജിന്നുകളിലും മനുഷ്യരിലുമുള്ള ഏജന്റുമാർ ലോക സംഭവങ്ങളെ സ്വാധീനിച്ച് അവന്റെ വരവിനുള്ള സ്റ്റേജ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. പ്രതിസന്ധികളുടെ ഈ ഘട്ടത്തിൽ വരാൻ പോകുന്ന ഒരു വിമോചകനെ, ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിനെ മുസ്ലിം ലോകം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. മുഫക്കിർ ഇസ്ലാം റഹ്മത്തുള്ളാഹി ഖാസിമി ഉസ്താദ് കേരളക്കരയിൽ ദജ്ജാലിനെ കുറിച്ചും ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളെക്കുറിച്ചും ഇമാം മഹ്ദി റളിയല്ലാഹുവിനെ കുറിച്ചും ഏറ്റവും കൂടുതൽ ബോധവൽക്കരണം നടത്തിയ പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ പഠനങ്ങളുടെ ഒരു വിശകലനമാണ് ഈ വീഡിയോ പരമ്പര. ഈ പരമ്പരയിൽ ആദ്യത്തെ വീഡിയോ ആയ ഈ വീഡിയോയിൽ മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ എതിരാളികൾ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനക്കാർ, സലഫികൾ എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെടുന്ന വഹാബികളായിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട റഹ്മത്തുള്ളാഹി ഖാസിമി ഉസ്താദ് പറഞ്ഞതിനെ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. അതിന്റെ വിശദീകരണങ്ങൾ നമ്മൾ കൊണ്ടുവരികയാണ്. ഇതിന്റെ പിന്നിൽ ആരാ? ഇതിന്റെ പേരിൽ പിന്നിൽ ദജ്ജാലിസം, ദജ്ജാലിന്റെ സാന്നിധ്യം കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു. ദജ്ജാലിന്റെ പണി കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു. ദജ്ജാൽ, നിങ്ങൾ ചിന്തിക്കണം, ദജ്ജാലിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ദജ്ജാൽ ഇവിടെയുണ്ട്. ദജ്ജാൽ ഭൂമിയിൽ എത്രയോ കൊല്ലങ്ങളായി ഉണ്ട്. ആയിരക്കണക്കായ കൊല്ലങ്ങളായി ദജ്ജാൽ ഭൂമിയിലുണ്ട്. ദജ്ജാൽ ജനിക്കല്ല, ദജ്ജാൽ മഹ്ബൂസാണ്. എവിടെ? ആയിരക്കണക്കായ കൊല്ലങ്ങളായി ദജ്ജാൽ ഭൂമിയിലുണ്ട്. അവനുമായി ബന്ധപ്പെടുന്ന ആളുകളും ഉണ്ടാവും. അവന്റെ ജനതയാണ് ജൂതന്മാർ. ജൂതന്മാർക്ക് കൃത്യമായ ബന്ധമുണ്ട്. ആരോട്? ദജ്ജാലിനോട്. പിശാചിനോട് ബന്ധമുള്ള സമൂഹങ്ങളുണ്ട്. പിശാചുമായി ഡെയിലി കമ്മ്യൂണിക്കേഷൻസ് ഉള്ള സമൂഹങ്ങളുണ്ട്. നിങ്ങൾ എന്റെ കൂടെ വരണം കേട്ടാ. ഇതൊരു പ്രത്യേക കാലഘട്ടമാണ്, ചിന്തിക്കണം. മുസ്ലിം തറവാട്ടിലെ മക്കൾ പോലും മഹ്ദി ഇമാമിനെ ആദ്യം എതിർക്കുക. മഹ്ദി ഇമാമിനെ ആദ്യം എതിർക്കുക ആരായിരിക്കും? മഹ്ദി ഇമാമിനെ ആദ്യം എതിർക്കുക ആരായിരിക്കും? ഈ സലഫികളായിരിക്കും. യുദ്ധത്തിന് വരും. അന്ന് സലഫിയിലേക്ക് ചാഞ്ഞു നിൽക്കും ഇസ്ലാമിക ഫിഖ്ഹിന്റെ സംഘം. കുറച്ചാളുകൾ ഒരു വരണ്ട ഒരു അവസ്ഥയിൽ അപ്പൊ ഇസ്ലാമിക ഫിഖ്ഹ് ഉള്ളത്. ഫിഖ്ഹിൽ തസവുഫിന്റെ ശുദ്ധത പശ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പോൾ ഭൂരിപക്ഷത്തിനും ഈ ഒരു 25 കൊല്ലം മുമ്പ് വരെ ആരാണോ ഫഖീഹ് അദ്ദേഹമായിരുന്നു സൂഫി. എന്നാൽ ഇന്ന് പുതിയൊരു ഫിഖ്ഹിനെ രൂപപ്പെടുത്തി കൊണ്ടുവരികയാണ്. എന്തിനെ? തസവുഫിന് വിരുദ്ധമായ. അവർ ഇനി മേൽക്കോയ്മ നേടും. അപ്പോൾ ആ ഫഖീഹുമാരുടെ പിന്നിലായിരിക്കും സുന്നികൾ. അപ്പൊ സുന്നികൾ മഹ്ദി ഇമാമ് വന്നാൽ ഈ ഫഖീഹിനോട് ചോദിക്കും, ഇത് മഹ്ദിയാണോ? അപ്പൊ വേഗം ഈ പകുതി വഹാബിയായ ഫഖീഹ് പറയും, അല്ല. അപ്പോൾ സാധാരണക്കാരായ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദ് റഹ്മത്തുള്ളാഹി ഖാസിമി ഈ അടുത്തായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രഭാഷണങ്ങളിൽ ഖിയാമത്ത് നാളിനെ കുറിച്ചും അതുപോലെ തന്നെ മസീഹ് ദജ്ജാലിനെ കുറിച്ചുമൊക്കെ വളരെ പഠനാർഹമായ രീതിയിലുള്ള ഒരുപാട് പ്രഭാഷണങ്ങൾ അദ്ദേഹം നടത്തുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ ഈ പ്രഭാഷണങ്ങളെ ഒന്ന് വിശകലനം ചെയ്യുക എന്നതാണ് നമ്മൾ ഈ പരമ്പര കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഏതാനും ചില എപ്പിസോഡുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാനുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആദ്യമായി 1-2 കാര്യങ്ങൾ ചോദിക്കാം എന്ന് വിചാരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ മഹ്ദി ഇമാം
റളിയല്ലാഹു അൻഹു രംഗപ്രവേശനം ചെയ്യുന്ന സമയത്ത് മഹ്ദി ഇമാമിനെ എതിർക്കുന്നത് ഏറ്റവും കൂടുതൽ വഹാബികളും അതുപോലെ തന്നെ തസവൂഫ് ആവശ്യമില്ല എന്ന് പറയുന്ന വരണ്ട ഉലമാക്കൾ, ഖാസിം ഉസ്താദിൻ്റെ ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ തസവൂഫ് ഇല്ലാത്ത വരണ്ട ഉലമാക്കളായിരിക്കും എന്നും ഖാസിം ഉസ്താദ് പറയുന്നുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് ഡോക്ടർ സാഹിബിൻ്റെ അഭിപ്രായങ്ങളൊന്ന് വിലയിരുത്താൻ പറ്റും? റഹ്മത്തുള്ള ഖാസിം ഉസ്താദിനെ കുറിച്ച് എൻ്റെ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള വിഷയം, കേരളത്തിൽ മുഫക്കിർ ഇസ്ലാം എന്ന് പറയാൻ പറ്റിയൊരു വ്യക്തിത്വം ഞാൻ കാണുന്നുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള ഖാസിം ഉസ്താദാണ്. വളരെയധികം ചിന്തകൾ അദ്ദേഹത്തിൻ്റെത് നമ്മൾ കാണാൻ പറ്റുന്നൊരു വിഷയമാണ്. പ്രത്യേകിച്ചും ക്യാമന്നാൾ എന്നുള്ള വിഷയത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടത്തിയൊരു വ്യക്തി അദ്ദേഹമായിരിക്കും. അദ്ദേഹത്തിൻ്റെ റദ്ദ് ചെയ്യുക, എതിർക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. പകരം അദ്ദേഹത്തിൻ്റെ ആ പഠനങ്ങളെ മനസ്സിലാക്കുകയും അതിനെക്കുറിച്ചുള്ള നമ്മുടെ വീക്ഷണങ്ങളും നമ്മുടെ ചർച്ചകളും കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് ഒരുപാട് ചിന്തിക്കാനുണ്ട്. ചില കാര്യങ്ങൾ, ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അദ്ദേഹവുമായിട്ട് ഇൽമിയായ നിലയിലുണ്ട്. അത് അദ്ദേഹത്തിന് ആക്ഷേപിക്കാനല്ല. ചില യാജൂജ് മാജൂജിൻ്റെ വിഷയത്തിലും അങ്ങനത്തെ കാര്യങ്ങളിലും അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, കൂടുതൽ ആളുകൾക്ക് പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ള നിലയിലും അദ്ദേഹത്തിൻ്റെയും നമ്മുടെയും വീക്ഷണങ്ങൾ ഒരു താരതമ്യ പഠനത്തിന് ആളുകൾക്ക് ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ള നിലയിലും മാത്രമാണ് നമ്മൾ ഈ ചർച്ച ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് റഹ്മത്തുള്ള ഖാസിം ഉസ്താദ് പറഞ്ഞ ഈ പോയിൻ്റ്, ഫസ്റ്റിൽ അദ്ദേഹം പറയുന്ന വിഷയം, അതായത് തസവുഫ് ഇല്ലാത്തതായ ഉലമാക്കൾ അതേമാതിരി തന്നെ വഹാബികളും ആയിരിക്കും മഹ്ദി ഇമാമിനെ എതിർക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ സത്യത്തിൽ അദ്ദേഹം പറഞ്ഞ വിഷയത്തിൽ ഒരുപാട് ഹക്കീക്കത്തുകളുണ്ട്, യാഥാർത്ഥ്യങ്ങളുണ്ട്. ആദ്യമായിട്ട് തസവൂഫ് ഇല്ലാത്ത ഉലമാക്കളെന്ന് അദ്ദേഹം പറയുമ്പോൾ അവിടെ കുറേ വിഷയങ്ങൾ മനസ്സിലാക്കണം. അതായത് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിൻ്റെ വരവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട വിഷയം, മഹ്ദി ഇമാം റളിയല്ലാഹു അൻഹു വരുമ്പം മഹാനവറുകളെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത് ആരിഫീങ്ങളും ഔലിയാക്കളുമാണ് എന്നുള്ളത് കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തിയ വിഷയമാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മഹാനരായ ഷെയ്ഖുൽ അക്ബർ ഇമാം മുഹ്യിദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ഫുതുഹാത്തുൽ മക്കിയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, യുബായിഉഹുൽ ആരിഫൂന ബില്ലാഹി മിൻ അഹ്ലിൽ ഹഖായിഖി അൻ ഷുഹൂദിൻ വ കശ്ഫിൻ ബി തഅരീഫിൽ ഇലാഹി. അതായത് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അൽ ആരിഫൂന ബില്ലാഹി, അള്ളാഹുവിനെ കുറിച്ചുള്ള മാരിഫത്ത് സിദ്ധിച്ച ആരിഫീങ്ങളായിരിക്കുന്ന അവർ ഷുഹൂദിൻ്റെ അഹ്ലുകാരായിരിക്കും, കശ്ഫിൻ്റെ അഹ്ലുകാരായിരിക്കും, അഹ്ലുൽ കശ്ഫ് പെട്ടവരായിരിക്കും. എന്നിട്ട് എന്താ പറഞ്ഞാൽ ലഹു റിജാൽ ഇലാഹിയൂന യുഖീമൂന ദഅവതഹു, ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു പ്രബോധനത്തെ നിലനിർത്തുന്നവരും വയൻസുറൂനഹു, ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു സഹായിക്കുന്നവരും, ഹുമുൽ വുസറാഉ യഹ്മിലൂന അസ്ഖാലൽ മംലകതി, മാത്രമല്ല ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണഭാരം, ഭരണ സംവിധാനങ്ങൾ അത് ഏറ്റെടുക്കുന്ന മന്ത്രിമാരുമായിരിക്കും വരുന്ന. എന്നുവെച്ചാൽ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു കൂടെ നിൽക്കുന്നവരാരാണ്? തസവുഫിൻ്റെ അഹ്ലുകാരും മാരിഫത്തിൻ്റെ അഹ്ലുകാരുമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് കിതാബിലുണ്ട്. ഇത് മഹാനരായിട്ടുള്ള ഇവർ മാത്രമല്ല പറയുന്നത്, ഇത് വേറെ മഹാന്മാർ പറയും. ഷെയ്ഖുൽ അക്ബർ മാത്രമല്ല, വേറെ മഹാന്മാർ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് മഹാനരായിട്ടുള്ള ഇംദാദുള്ള സാഹിബ് മുഹാജിർ മക്കി. ഇംദാദുള്ള സാഹിബ് മുഹാജിർ മക്കി എന്ന് പറഞ്ഞാൽ ആരാന്ന് വെച്ചാൽ ദയൂബന്ദികളുടെയും ബറേൽവികളുടെയും നേതാവാണ്. കാരണം ഈ ഉത്തരേന്ത്യയിൽ രണ്ട് കീരിയും പാമ്പുമായി നിൽക്കുന്ന രണ്ട് വിഭാഗമാണ് ദയൂബന്ദികളും ബറേൽവികളും. ഏറ്റവും വലിയ ശത്രുക്കളാണ് അവർ. 100 കൊല്ലത്തിന് മേലായിട്ട് അവർ പരസ്പരം തല്ലുകൂടി കൊണ്ടിരിക്കുകയാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. പക്ഷേ ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ദയൂബന്ദികളും ബറേൽവികളും ഒരുപോലെ ബഹുമാനിക്കുന്ന മഹാനരാണ് ഹാജി ഇംദാദുള്ള സാഹിബ് മുഹാജിർ മക്കി. അദ്ദേഹം വലിയായിട്ടാണ് കാണുന്നത്. മാത്രമല്ല ഈ ഹാജി ഇംദാദുള്ള സാഹിബ് മുഹാജിർ മക്കി മഹാനവറുകൾക്ക് ദയൂബന്ദിൽ നിന്നും ബറേൽവിൽ നിന്നും ഖലീഫമാരുണ്ട്. രണ്ടിലും ത്വരീഖത്തിലെ അദ്ദേഹത്തിന് പ്രതിനിധികളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ബറേൽവി വിഭാഗത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതിനിധി എന്ന് പറയുന്നത് മെഹർ അലി ഷാ റളിയല്ലാഹു അൻഹു ബറേൽവി വിഭാഗത്തിൽ. ദയൂബന്ദി വിഭാഗത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതിനിധി റഷീദ് അഹമ്മദ് ഗംഗോയി. ഈ രണ്ടാൾക്കാരും അദ്ദേഹം ഷെയ്ഖാണ്. അപ്പോൾ എല്ലാവരും അംഗീകരിക്കുന്ന വ്യക്തിയാണ്. ഈ പറഞ്ഞ മഹാനരായിട്ടുള്ള ഇംദാദുള്ള സാഹിബ് മുഹാജിർ മക്കി തൻ്റെ ഷമായിം ഇംദാദിയ എന്ന് പറയുന്ന കിതാബിൽ വളരെ വ്യക്തമായി പറയുന്നൊരു വിഷയം, ലുഹൂർ ഇമാം മഹ്ദി ആഖിർ സമാൻ കെ ഹം സബ് ലോക് ഷായിഖ് ഹെ. അത് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ലുഹൂർ, അവരുടെ വരവ് നമ്മളെല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ട്. മഗർ പക്ഷേ വോ സമാന ഇംതിഹാൻ കാ ഹേ, അത് ഒരു പരീക്ഷണത്തിൻ്റെ കാലഘട്ടമായിരിക്കും.
എന്നിട്ട് എന്താ പറയുന്നത്, ഔവൽ എനിക്ക് ബൈഅത്ത് അഹ്ലു ബാത്തിൻ और അബ്ദാൽ ബിഖദർ 310 അഖ്ശാസ് കീ കറേങ്കെ. അത് ആദ്യം ഇമാം മഹ്ദി റളിയല്ലാഹു ബൈഅത്ത് ചെയ്യുന്ന ആൾക്കാർ അഹ്ലുൽ ബാത്തിനായിരിക്കും, തസൗഫിൻ്റെ അഹ്ലുകാരായിരിക്കും. മാത്രമല്ല ആരാണ്, ഷാമിൽ അബ്ദാലുകൾ 313 ആൾക്കാർ ആയിരിക്കും ബൈഅത്ത് ചെയ്യുക. അവർ അക്സർ ലോക മുൻകർ ഹോ ജായെങ്കിൽ ധാരാളം ആൾക്കാർ ഇമാം മഹ്ദി റളിയല്ലാഹു എതിർക്കുന്നവരുമായിരിക്കും. അപ്പം ഇമാം മഹ്ദി റളിയല്ലാഹു സപ്പോർട്ട് വരുന്ന തസവൂഫിൻ്റെ അഹ്ലുകാരിൽ നിന്നാണ്. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക, തസവൂഫ് ഇല്ലാത്തതായ ഉലമാക്കൾ ഇമാം മഹ്ദിക്ക് ഇതിൽ തിരിയുമെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ അത്ഭുതമില്ലല്ലോ. മാത്രമല്ല ഇമാം മഹ്ദിനെ സപ്പോർട്ട് ചെയ്യുന്നവർ സുന്നത്ത് ജമാഅത്തിൻ്റെ അഹ്ലുകാരായിരിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതും ആര് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ, ദാറുലും ദയൂബന്ദിൻ്റെ സ്ഥാപകനായിട്ടുള്ള ദയൂബന്ദികളൊക്കെ ബഹുമാനിക്കുന്ന മുഹമ്മദ് ഖാസിം നാനൂത്തബി ഈ വിഷയം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അൻവാറുൻ നുജൂം എന്നുള്ള കിതാബിൽ 100-ാമത്തെ പേജിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന വിഷയം എന്താ വെച്ചാൽ, ഇമാം മഹ്ദി ജോ ഇത്തിബാ സുന്നത്ത് മുഹമ്മദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കെ തബ്ലീഗി മിഷൻ पर आएंगे. അതായത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാ സുന്നത്തിൻ്റെ തബ്ലീഗി മിഷനിലായിരിക്കും ഇമാം മഹ്ദി വരിക. എന്നിട്ട് എന്താ പറയുക, वही कुछ फरमाएंगे जो अहल सुन्नत वल जमात की अक़ाइद स्वहीहा में मौजूद है. അതായത് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ അഖീദയിൽ എന്താണോ ഉള്ളത് അതായിരിക്കും അദ്ദേഹം പറയാറ്. എന്ന് വെച്ചാൽ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ അഖീദ പിൻപറ്റുന്ന അതിൻ്റെ പ്രധാനപ്പെട്ട പ്രബോധകനായിരിക്കും. അപ്പോൾ അഖീദ ശരിയാവാത്തവർക്ക് ഇമാം മഹ്ദിൻ്റെ കൂടെ സീറ്റില്ല എന്നുള്ളത് അവിടെ തന്നെ മനസ്സിലായല്ലോ. എന്നിട്ട് എന്താ പറയണത്, ये दूसरी बात है कि मुसलमानों का कोई ख़ास फ़िरक़ा इनको अपने डब का न पाकर यहूदियों की तरफ जो पैगम्बर आखिर ज़मान के इंतज़ार में थे और फिर इनसे बरगश्ता हो गए हैं, ऐसे ही वो फ़िरक़ा इमाम महदी से बरगश्ता हो जाए. അതേ ഇവിടെ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില പ്രത്യേക വിഭാഗക്കാരായ ആൾക്കാർ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരാത്തൊരു സാഹചര്യം. കാരണം ഇമാം അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ ആൾക്കാർക്ക് അപ്പോൾ അതിന് വേറെ ചില ഫിർക്കകൾ എന്ത് ചെയ്യും, യഹൂദികൾ നബിയുടെ വരവിന് വേണ്ടി കാത്തുനിന്ന് നബി വന്നു കഴിഞ്ഞപ്പോൾ നബിക്ക് എതിരായി മാറി എന്ന് പറഞ്ഞതുപോലെ ഇമാം മഹ്ദി വരുമ്പോൾ ഇമാം മഹ്ദിക്ക് എതിരായിട്ട് ഈ ഫിർക്ക വരും എന്ന് ആര് പറയുന്നുണ്ട്, ഖാസിം നാനൂത്തബി പറയുന്നുണ്ട്. അപ്പോൾ ബിദ്അത്തിൻ്റെ അഹ്ലുകാരായ ആളുകൾ എന്തുണ്ട്, അവർ എതിർക്കും. സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകളാണ് ഇമാം മഹ്ദി റളിയല്ലാഹു കൂടെ ഉണ്ടാവുക. മാത്രമല്ല ഇമാം മഹ്ദി റളിയല്ലാഹു സപ്പോർട്ട് ചെയ്യുന്നവർ തസവ്വുഫിൻ്റെ അഹ്ലുകാർ തന്നെയായിരിക്കും എന്നുള്ളത് വളരെ വ്യക്തമായി കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. പിന്നെ ഇനി വരുന്നൊരു വിഷയം, വഹാബികൾ ഇമാം മഹ്ദിനെ എതിർക്കുമെന്ന് ഖാസിം ഉസ്താദ് പറഞ്ഞ വിഷയത്തെക്കുറിച്ചാണ് ഇനി പഠിക്കാനുള്ളത്. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനുള്ള ഉത്തരം നമ്മൾ പറയുന്നതിന് മുമ്പ് നമ്മൾ ഖവാരിജിയാക്കൾ ആരാണ് എന്നുള്ളത് മനസ്സിലാക്കാനുണ്ട്. ഖവാരിജിയാക്കളെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ പറയുന്നുണ്ട്. അത് ഖവാരിജിയാക്കൾ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ചില തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ട്. ഖവാരിജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലി റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ അലി റളിയല്ലാഹുവിനെതിരെ യുദ്ധം ചെയ്ത ഒരു ഗ്രൂപ്പിന് പറയുന്ന പേരാണ് ഖവാരിജ്. അവരൊന്നും ഇപ്പമില്ല, ആ ബിദഅത്തി കക്ഷികളൊക്കെ കാലം കഴിഞ്ഞുപോയി എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഉള്ളൊരു കാഴ്ചപ്പാടുണ്ട്. പക്ഷേ ഹദീസിൻ്റെ വിശദീകരണം, ഹദീസിന് പണ്ഡിതന്മാർ കൊടുത്ത വിശദീകരണങ്ങളും വെച്ച് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഖവാരിജ് എന്ന് പറയുന്നത് എന്തുണ്ട്, അവർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അലി റളിയല്ലാഹു കാലത്ത് മാത്രമല്ല ഖിയാമത്ത് നാൾ വരെ അവരുണ്ടാവും എന്നുള്ളത് വ്യക്തമായ രീതിയിൽ ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ് ഹദീസ്? വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്ന നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഉണ്ട്, 4103 ഹദീസ്. ലാ യസാലൂന യഖ്റുജൂന ഹത്താ യഖ്റുജു ആഖിറുഹും മഅൽ മസീഹ് ദജ്ജാൽ. അത് ഖവാരിജിയാക്കളെ പറ്റി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ വിഭാഗക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, അവർ പുറപ്പെട്ടുകൊണ്ടേയിരിക്കും. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അവസാനത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മസീഹു ദജ്ജാലിൻ്റെ കൂടെ ആയിരിക്കും പുറപ്പെടുക എന്ന് നസായിൽ തന്നെ 4103 റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഖിയാമത്ത് നാൾ വരെ ഈ ഗ്രൂപ്പ് ഉണ്ടാവും. മാത്രമല്ല ഇവരെക്കുറിച്ച് അല്ലാമ ഇബ്നു തീമിയ മജ്മുഅൽ ഫത്താവയിൽ പറയുന്നത് എന്താണ് നമുക്ക് നോക്കാം. എന്താ ഇവിടെ പറയുന്നത് വെച്ചാൽ, വഹാഉലാൽ ഖവാരിജ് ലൈസു ദാലികൽ മുഅസ്കർ മഖ്സൂസ് മഅറൂഫ് ഫി താരീഖ്. അതായത് ഖവാരിജ് എന്ന് പറയുന്നത് ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരു പ്രത്യേക സൈന്യത്തിൻ്റെ പേരല്ല, പ്രത്യേകം പറയണേ. എന്താ പറയണേ, ബൽ യഖ്റുജൂന ഇലാ സമനി ദജ്ജാൽ, അവർ ദജ്ജാലിൻ്റെ കാലഘട്ടം വരെ അവർ പുറപ്പെട്ടുകൊണ്ടിരിക്കും. എന്നിട്ട് മജ്മുഅൽ ഫത്താവയിൽ പറയാം. അത് മാത്രമല്ല പിന്നെയും മജ്മുഅൽ ഫത്താവ മറ്റൊരു സ്ഥലത്ത് വിശദീകരിക്കുകയാണ്. എന്താണ്,
وتخصيص صلى الله عليه وسلم لفئة الذي خرجت في زمن علي بن أبي طالب إنما هو لمعان قامت بهم. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പ്രത്യേകമായിട്ട് അലി റളിയല്ലാഹു അൻഹു കാലത്ത് പുറപ്പെട്ട വിഭാഗത്തെ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരുമായി ബന്ധപ്പെട്ടിട്ട് പല മആനികൾ, പല അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. എന്നിട്ട് വിശദീകരിച്ചുകൊണ്ട് പറയാണ്, വകുല്ലുമൻ വജദത് ഫീഹി തിൽക്കൽ മആനി ഉൽഹിഖ ബിഹിം. അതായത് ഈ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ പുറപ്പെട്ട ആ സംഘത്തിൽ ഉണ്ടായിരുന്ന മആനികൾ, ആ സിഫാത്തുകൾ, ആ ഗുണങ്ങൾ, അത് ഏതെല്ലാം വിഭാഗത്തിൽ നമ്മൾ കാണപ്പെടുന്നുണ്ടോ അവരെല്ലാം ഈ വിശേഷണങ്ങളും ആ ആശയങ്ങളും ഉള്ളവരൊക്കെ ഈ ഗ്രൂപ്പിൽ പെടും. അപ്പോൾ അത് ഈ അലി റളിയല്ലാഹു കാലത്തുള്ള പ്രത്യേക ഗ്രൂപ്പിന് മാത്രം പറയുന്ന പേരല്ല, ആ വിശേഷണങ്ങളുള്ളവർ ഈ ഗ്രൂപ്പിൽ പെടും. അവർക്ക് ദജ്ജാലിൻ്റെ കാലഘട്ടം വരെ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആരാ പറയണത്? അല്ലാമ ഇബ്നു തൈമിയ മജ്മുഅൽ ഫത്താവയിലാണ് പറയുന്നത്. മാത്രമല്ല ഇവിടെ പറയണത് വെച്ചാൽ ലിഅന്ന തഖ്സീസ ബിദ്ദിക്രി ലം യകുൻ ലി ഇഖ്തിസാസിൻ ബിൽ ഹുക്മ്, അത് ഹുക്മ് കൊണ്ട് അവരെ പ്രത്യേകപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല അങ്ങനെ വിശദീകരിച്ചത്. പിന്നെ എന്തിനാണ്? ബൽ ഹാജത്തിൽ മുഖാതബീന ഫി സമനി അലൈഹി സ്വലാത്തു വസ്സലാം ഇലാ തഗയ്യുനി, അത് ആ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്യുന്ന ആൾക്കാർക്ക് അവരെ തിരിച്ചറിയാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ അവിടെ പറയണത് എന്താ വെച്ചാൽ അലി റളിയല്ലാഹു കാലത്ത് പുറപ്പെട്ട സൈന്യം മാത്രമല്ല ഖവാരിജ്, ആ സൈന്യത്തിൽ പറഞ്ഞിട്ടുള്ള വിശേഷണങ്ങൾ ഉള്ള ആളുകൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവും. ദജ്ജാലിൻ്റെ കാലഘട്ടം വരെ അവർ പുറപ്പെട്ടുകൊണ്ടിരിക്കും. അവരൊക്കെ ഖവാരിജിൻ്റെ നിയമത്തിലാണ് പെടുക എന്ന് അല്ലാമ ഇബ്നു തൈമിയും വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ചോദ്യം വരുന്നത് എന്താ വെച്ചാൽ ആരാണ് ഈ ഖവാരിജ്? അപ്പോൾ ഖവാരിജ് എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹു കാലത്തുള്ള ആ യുദ്ധം ചെയ്യുന്ന ഗ്രൂപ്പ് മാത്രമല്ല എന്നുണ്ടെങ്കിൽ, അവരെല്ലാ കാലത്തും ഉണ്ട്, ഈ കാലത്തും ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ആരാണ് ഈ ഗ്രൂപ്പ്? ആ വിശേഷണങ്ങൾ ഇപ്പോൾ ആർക്കാണുള്ളത് ഉള്ളത് നാളെ പിന്നെ ചോദ്യം വരുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ നമ്മൾ കുറേ വിഷയങ്ങൾ പഠിക്കാനുണ്ട്. ഈ പറഞ്ഞ ഖവാരിജുകളെ വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ 35ഓളം അടയാളങ്ങൾ രേഖപ്പെടുത്തിക്കണം. അത് മുജസ്സിമിയാക്കളൊക്കെ ഇതിൽപ്പെട്ട ആളുകളല്ല. മുജസ്സിമിയാക്കളൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരെ ഖവാരിജിൻ്റെ ലക്ഷണമായിട്ട് പറയുന്നില്ലെങ്കിലും അല്ലാമ സയ്യിദ് ഫോദെ എന്ന് പറയുന്ന പണ്ഡിതൻ പറയുന്നുണ്ട്, മുജസ്സിമിയാക്കൾ അതായത് അള്ളാഹ്ക്ക് അവയവങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നവർ, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ജിസ്മവാദ ജിസ്മിൻ്റെ ലവാസിമാത്ത് സ്ഥിരപ്പെടുന്നത്, അള്ളാഹ്ക്ക് ഹദ്ദുണ്ട് മക്കാനുണ്ട് എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പുകൾ ഇന്ന് സലഫികളിലുള്ള പലരൊക്കെ വാദിക്കുന്നുണ്ട്. അവരൊക്കെ സംബന്ധിച്ച് സയ്യിദ് ഫോദെ എന്ന അശ്അരി പണ്ഡിതൻ വ്യക്തമായി പറയുന്നത് എന്താ വെച്ചാൽ അവർ ദജ്ജാലിൻ്റെ കൂടെ പോകാൻ സാധ്യത ഉണ്ട് തന്നെയാണ്. എന്തുകൊണ്ടാണ്? ദജ്ജാൽ പുറപ്പെടുന്ന സമയത്ത് ദജ്ജാൽ പറയുന്ന എന്തെന്ന് വെച്ചാൽ ഞാൻ അള്ളാഹു ആണെന്ന്. അപ്പോൾ ദജ്ജാൽ എന്ന് പറഞ്ഞാൽ കയ്യും കാലും അവയവമൊക്കെ ഉള്ള ഒരാളാണ്, ഒരു മനുഷ്യനാണ്. എന്നിട്ടാണ് പറയുന്നത് ഞാൻ ദൈവമാണെന്ന്. ദൈവ അവയവങ്ങൾ തൊട്ട് പരിശുദ്ധമാണെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അപ്പോൾ പ്രത്യക്ഷത്തിൽ തന്നെ ആ വാദം ബാലിശാണ്. ബുദ്ധിയുള്ളവർക്ക് ആ വാദത്തിനെ പറ്റി ചിന്തിക്കും, പ്രത്യക്ഷത്തിൽ തന്നെ അത് ബാലിശമായ വാദമായിട്ടാണ് മനസ്സിലാവുന്നത്. പക്ഷെ എന്നിട്ടും ദജ്ജാലിനെ പിൻപറ്റാൻ ആൾക്കാരുണ്ടാവുന്ന എന്തുകൊണ്ടാണ്? അന്നത്തെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ തജ്സീം വാദമുള്ള ആൾക്കാർ അവരിങ്ങനെ അള്ളാഹ്ക്ക് കയ്യും കാലും അവയവൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ജിസ്മിലെ ലവാസിമാത്തുകൾ അള്ളാഹ് സ്ഥിരപ്പെടുത്തുന്ന ആളുകൾ, അവർക്ക് എന്തുണ്ടാവും ഈ വിഷയത്തിൽ? പിന്നെ ഈ കയ്യും കാലും അവയവൊക്കെ ഉള്ള ആൾ ഞാൻ പടച്ചോനാന്ന് പറഞ്ഞാൽ അവിടെ വരുമ്പോൾ അവർക്ക് പിന്നെ തശ്വീഷ് വരും. അങ്ങനെ കുറേ മുജസ്സിമിയാക്കൾ ദജ്ജാലിൻ്റെ കൂടെ പോകുമെന്ന് ആര് പറയുന്നുണ്ട്? സയ്യിദ് ഫോദെ പറയുന്നുണ്ട്. ഖവാരിജുകളുടെ ലക്ഷണങ്ങൾ വേറെ തന്നെ പറയുന്നുണ്ട് ഹദീസിൽ. 35 ലക്ഷണങ്ങൾ മുഴുവൻ വിവരിക്കൽ ഇപ്പോൾ നടക്കൂല. കാരണം എന്താ വെച്ചാൽ നമ്മളെ ചർച്ച വളരെ നീണ്ടുപോകും. എന്നാലും ചില ലക്ഷണങ്ങൾ മാത്രം നമ്മളിവിടെ ചർച്ച ചെയ്യാം. ഒന്ന് പറഞ്ഞത് ബുഖാരി ഷരീഫിൽ വിശദീകരിച്ചിട്ടുള്ളതാണ്. എന്താണ്? യൻതലിഖൂന ഇലാ ആയാത്തിൻ നസലത് ഫിൽ കുഫാരി ഫയജഅലൂഹാ അലൽ മുഅ്മിനീൻ മിൻ ഖൗലി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അതായത് കുഫാറുകളെ കുറിച്ച് ഇറങ്ങിയതായിട്ടുള്ള ആയത്തുകൾ അത് നേരെ മുഅ്മിനീങ്ങളെ മേലെ കൊണ്ടുപോയി വെച്ചു കൊടുക്കും. അത് ഈ കൂടുതലും ഈ സ്വഭാവം കാണുന്നത് ഈ വഹാബിയത്തിലാണ്, പ്രത്യേകിച്ച് കേരള വഹാബിയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ തന്നെയാണല്ലോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ വാദം തന്നെ ഇതാണ്. ഇത് അംഗീകരിക്കുന്നവരാണ് നമ്മൾ വഹാബി എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഈ ശുർക്കുവാദം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് വഹാബിസത്തിൻ്റെ പാർട്ടിക്കാരെ ഖവാരിജിയാക്കളായിട്ട് പല പണ്ഡിതന്മാരും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. അത് ഈ ലക്ഷണങ്ങൾ അവരിൽ കണ്ടതുകൊണ്ടാണ്, വെറുതെ അല്ല. മാത്രമല്ല ഇനിയും റിപ്പോർട്ടുകൾ കാണാൻ പറ്റും. എന്താണ്? ബുഖാരി ഷരീഫിൽ തന്നെയുള്ള മറ്റൊരു ലക്ഷണം അഹ്ദാസുൽ അസ്നാൻ എന്നാണ് പറയുന്നത്. അതായത് അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ പറഞ്ഞാൽ പറയുന്നതൊന്നും കേൾക്കാത്ത ചെറുപ്പക്കാരായിരിക്കും അധികവും. ഈ ഖവാരിജിൻ്റെ ലക്ഷണമായിട്ട് ഒന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങോട്ട് പറയുന്നൊന്നും കേൾക്കാതെ അവരെ പറഞ്ഞ വിഷയത്തിൽ കുറച്ച് നിൽക്കുക ചെറുപ്പക്കാരായിരിക്കും.
പിന്നെ അവരെക്കുറിച്ച് പറഞ്ഞാൽ എന്താണ് സുഫഹാ ഉൽ അഹ്ലാം എന്ന് പറയുന്നത്, അത് ബുഖാരി ഷരീഫിൽ തന്നെ പറഞ്ഞിട്ടുള്ള ലക്ഷണമാണ്. അതെന്താണ്? ബുദ്ധിയുടെ ഇതനുസരിച്ചിട്ട് ബ്രെയിൻ വാഷ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അത് അവരെ ആശയങ്ങൾ അവർക്ക് ബ്രെയിൻ വാഷ് ചെയ്തിട്ട് അതിങ്ങനെ തത്ത പറയും പോലെ പറയാന്നല്ലാണ്ട് കാര്യങ്ങൾ ചിന്തിക്കാതെ ഗ്രഹണശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. സത്യത്തിൽ അവർ ഈ തഖ്ലീദിനെ എതിർക്കുമെങ്കിലും ഈ പിന്നെ ആധുനിക വഹാബി ആശയങ്ങൾ തലക്ക് പിടിച്ച ആളുകളെ ഇവർക്ക് അവരെ തഖ്ലീദ് ചെയ്യും. അതായത് ഈ ഇമാം ഷാഫിനെയും അതുപോലുള്ള പണ്ഡിതന്മാരെയും തഖ്ലീദ് ഒഴിവാക്കിയിട്ട് ഇവർ പിൻപറ്റണം ഇബ്നു ബാസിനും കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴുള്ള കേരളത്തിലൊരു ഇവിടെയുള്ള പണ്ഡിതന്മാരെയും ഒക്കെ പിൻപറ്റിയിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്യും. ഇതിനെ വിശദീകരണം ചോദിച്ചാൽ അത് ചിലർക്ക് പറയാനും അറിയില്ല. ആ ബ്രെയിൻ ഭാഷ ചെയ്തിട്ട് അതിൻ്റെ പിന്നിൽ അങ്ങനെ നിൽക്കും. അത് ഇവരുടെ ലക്ഷണമാണ്. പിന്നെ പറയണത് എന്താണ്? കസുല്ലിഹയ, അതായത് അവരെ താടി ഇവിടെ കട്ടിയുള്ള താടി വെക്കുന്നു. അപ്പം കട്ടിയുള്ള താടി വെക്കുന്നവരെല്ലാം വഹാബിയാണെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ഖവാരിജാണെന്നല്ല. എന്താ വെച്ചാൽ ഖവാരിജിയുടെ ലക്ഷണമാണ് കട്ടിയുള്ള താടി എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്താ വെച്ചാൽ ദീനിൻ്റെ വാഹിറിൽ ഭയങ്കര കടുമ്പോൾ ഉലുവ് കാണിക്കുന്നവർ, അതിരുകവിച്ചിൽ കാണിക്കുന്നവരായിരിക്കും അവർ. ഇതിൻ്റെ വാഹിർ താടി വെക്കലും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര അതിരുകവിച്ചിലും ഒക്കെ ഉള്ളവരായിരിക്കും ഖവാരിജിയാക്കൾ. പക്ഷേ അവർക്ക് എന്തില്ല, ആന്തരികമായിട്ടുള്ള ദീനിൻ്റെ തസവൂഫിനെയും മറ്റൊക്കെ നിഷേധിച്ച് അതിനൊക്കെ വിട്ടുപോകുന്ന ടീമായിരിക്കും. അതാണ് ശരിക്കും ഹദീസ് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന് പറഞ്ഞത് ഈ യഹ്റുജു നാസുൻ മിൻ ഖിബലിൽ മശ്യഖി, അവർ കിഴക്ക് ഭാഗത്തു നിന്നാണ് ജനങ്ങളിലേക്ക് പുറപ്പെടുക. അപ്പം കിഴക്കിന് മദീനൻ്റെ കിഴക്ക് ഭാഗത്ത് ഉണ്ടായിരുന്നത് നജിദാണ്. അപ്പോൾ അവിടെ നിന്നാണ് അവരെ പുറപ്പാടുണ്ടാവുക എന്ന് ഏതിലാവുന്നതും ബുഖാരി ഷരീഫുൽ ഹദീസ് തന്നെയാണ് ലക്ഷണമായിട്ട് പറയണത്. പിന്നെ എന്താ പറയണത്? യതഅമ്മദൂന വയതശദ്ദദൂന ഫിൽ ഇബാദ, അത് മുസ്നദ് അബൂ യഅലയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ലക്ഷണമാണ്. അതെന്താണ്? ഇബാദത്തിൽ ഭയങ്കര തശദ്ദുദ്, ഭയങ്കര തീവ്രത ഉള്ള ആൾക്കാരായിരിക്കും ഈ ടീം. ഒരു സുഹൃത്ത് പറഞ്ഞൊരു അനുഭവം ഓർമ്മയിലാണ് ഇത് പറഞ്ഞപ്പോൾ. പിന്നെ ഒരു റമദാനിൽ ഒരു പള്ളിയിൽ നടക്കുന്ന ഒരു മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട ഒരു പണ്ഡിതൻ്റെ ക്ലാസ്സിൽ കാൽക്കുലേറ്റർ എടുത്തിട്ട് അള്ളാഹു തരുന്ന പ്രതിഫലം, നിസ്കാരത്തിൻ്റെ പ്രതിഫലം 27 ഇരട്ടി, ജമാഅത്താവുമ്പോൾ 27 ഇരട്ടി, പള്ളിയിലാവുമ്പോൾ എത്രയെന്ന് പറഞ്ഞിട്ട് അത് കൂട്ടാൻ പറഞ്ഞാൽ ഈ ഇബാദത്തിന് ഭയങ്കരമായിട്ട്, അതായത് ഇബാദത്തിനെ വർദ്ധിപ്പിക്കൽ വളരെ ഉണ്ടാവും. പക്ഷെ അക്കീദ ശരിയാക്കുന്ന വിഷയത്തിലേക്ക് ഒരു പാളിയിട്ടാണ്. അക്കീദ മറ്റേ പേച്ച അക്കീദക്ക് അവർക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ അക്കീദന്റെ വിഷയത്തിൽ ഒന്നും ഉണ്ടാവില്ല. അത് ഇവർക്ക് ഉണ്ടാവണം. അത് അക്കീദൻ്റെയും തസവൂഫിൻ്റെയും കാര്യങ്ങളൊക്കെ അവഗണിക്കപ്പെടുകയും ഇബാദത്തിൻ്റെ കാര്യത്തിൽ കാർക്കശ്യം കാണിക്കുകയും അതിൽ ഓവറായിട്ട് കെട്ടിമറിയുകയും ചെയ്യുക എന്ന സ്വഭാവം ഏത് വിഭാഗത്തിൽ കണ്ടാലും നമുക്ക് അപ്പം മനസ്സിലാക്കാതെ ഖവാരിജിൻ്റെ ലക്ഷണമാണെന്ന്. അതേമാതിരി തന്നെ പിന്നെ പറയുന്നത് യഖ്റഊനൽ ഖുർആന യഹ്സിബൂന അന്നഹു ലഹും വഹുവ അലൈഹിം, അത് മുസ്ലിം ഷരീഫിലുള്ള റിപ്പോർട്ടാണ്. അത് അവർ ഖുർആൻ ഓതുമ്പോൾ അവർ വിചാരിക്കും ഖുർആൻ അവർക്കുള്ള ഹുജ്ജത്താണെന്ന്. പക്ഷേ അത് അവർക്ക് എതിരായിട്ടുള്ള ഹുജ്ജത്തായിരിക്കും. അത് ഖുർആൻ ഓതിയിട്ട് അവരുടെ പേച്ചക്കീതായിരിക്കും സ്ഥാപിക്കാൻ നോക്കുക. പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ തഫ്സീറുകളും മുൻഗാമികളായ അയിമ്മത്തും സ്വഹാബത്തും ഒക്കെ വിശദീകരിച്ച പോലെ ഇവർക്ക് നേരെ എതിരായിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അത് ഇവർ തള്ളിയിട്ട് ഇവർക്ക് തോന്നിയ വ്യാഖ്യാനം കൊടുത്തിട്ടായിരിക്കും ഇവർ പോവുക. പിന്നെന്താണ് കാണാം. പിന്നെ നിങ്ങൾ പറഞ്ഞ വിഷയത്തേക്ക് വരുന്നത് തജ്സീം ഭാഗത്തേക്ക് അതും ഈ ഹദീസിൽ വരുന്നത് തഫ്സീർ തൊബരിയിലും ഫത്തുൽ ബാരിയിലൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു കൗലാണ്. എന്താ ഇവിടെ പറയുന്നത്? യുഅ്മിനൂന ബി മുഹ്കമിഹി വയുഹ്ലികൂന ഇൻദ മുതശാബിഹി, അതായത് ഖുർആന്റെ മുഹ്കമായ ആയത്തുകൾ അവർ വിശ്വസിക്കും. മുത്തശാബിഹാത്തുകൾ വരുമ്പോൾ, മുത്തശാബിഹാത്തിലാണ് ബാക്കിയൊക്കെ വരുന്നത്. ഏത് അർഷിൻ്റെ മേലെ ഇസ്തിവാ ചെയ്തു, അർഷിൽ ഇസ്തിവാ ചെയ്തു. പിന്നെ അതേമാതിരി തന്നെ ഉള്ള സംഗതികൾ കുറേ ആയത്തുകൾ, യദുല്ലാഹി ഫൗക ഐദിഹിം എന്ന് പറയുന്ന ആയത്ത്, അതുപോലെ അതേമാതിരി തന്നെ അള്ളാഹുവിൻ്റെ വജ്ഹ്, ഐന്, ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങൾ, ഇതൊക്കെ മുത്തശാബിഹാത്താണ്. ഇത് ഈ സ്ഥലത്തേക്ക് ഒരുക്കി പഠിക്കുക എന്നാണ് പറയുന്നത്. ഇന്ന് ഗൾഫിലെ വഹാബികളെല്ലാം വെച്ചിട്ടുള്ളത്. അതിലവർ വിശദീകരിച്ച് നിങ്ങൾ പറഞ്ഞ തജ്സീം ഭാഗത്തേക്കൊക്കെ പോയിക്കണേ. മാത്രമല്ല അള്ളാഹ്ക്ക് ഹദ്ദും മറ്റേ ജിഹത്തും മക്കാൻ, അള്ളാഹ്ക്ക് ഹദ് പരിധി ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അള്ളാഹ്ക്ക് ദിശ സ്ഥിരപ്പെടുത്തുന്നുണ്ട്, അള്ളാഹ്ക്ക് മക്കാന് സ്ഥിരപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം ഇബ്നു തൈമിയ്യ ഗ്രന്ഥത്തിൽ തന്നെ അള്ളാഹ് വ്യക്തമായിട്ട് മക്കാനെ സ്ഥിരപ്പെടുത്തുന്ന റിപ്പോർട്ടുണ്ട്. അതൊക്കെ നമ്മൾ പിന്നീട് ഇബ്നു തൈമിയ്യൻ്റെ അബദ്ധങ്ങൾ നമ്മൾ ചർച്ചയിൽ കൊണ്ടുവരുമ്പോൾ അതൊക്കെ ഈ വാർത്തകളൊക്കെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഇബ്നു തൈമിയ്യൻ്റെ വാദമാണ് ഇവരിൽ ഈ വഹാബികൾ ഏറ്റെടുത്തിട്ട് പ്രചരിപ്പിച്ചത്. അത് വലിയൊരു ചർച്ചയാണ്. ഇബ്നു തൈമിയ്യൻ്റെ കുറേ വാദങ്ങളുണ്ട്. ഇബ്നു തൈമിയ്യൻ്റെ പല വാദങ്ങളിൽപ്പെട്ടാണ് എന്താ പറയുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഈച്ചൻ്റെ പുറത്ത് വസിക്കാൻ സാധിക്കും, കൊതുകിൻ്റെ പുറത്ത് വസിക്കാൻ സാധിക്കും. അത് മൂപ്പര് കിതാബിൽ മൂപ്പര് ഉദ്ധരിച്ചിട്ടുണ്ട് ആ വാദം. അപ്പം അങ്ങനെയുള്ള അപ്പോൾ കൊതുകിൻ്റെ പുറത്ത് വസിക്കാൻ സാധിക്കുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അർഷിൻ്റെ മേലെ ആണെന്നുള്ളതാണ് മൂപ്പര് സമർത്ഥിച്ചു കൊണ്ടിരുന്നത്.
അപ്പോൾ അങ്ങനെയുള്ള പല വാദങ്ങളും ഒക്കെ ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മുത്തശാബിഹിലാണ് ഇവർ പഴിച്ചു പോണത്. അത് ഇവരുടെ ലക്ഷണമാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചില ലക്ഷണങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇത് മാത്രമല്ല വേറെയും ലക്ഷണം 35 ലക്ഷണങ്ങൾ ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്. ഈ ലക്ഷണങ്ങളുള്ള ഗ്രൂപ്പുകൾ ഇപ്പോൾ ഇതിൽ പറഞ്ഞ ചില ലക്ഷണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ ഇട്ടുണ്ടാവും. ഈ ലക്ഷണങ്ങളുള്ള ഗ്രൂപ്പ് ഏത് കാലത്ത് നിലനിൽക്കുന്നുണ്ടോ അവരെല്ലാവരും ഖവാരിജിൻ്റെ ഹുക്കുമിലാണ് വരിക. ഇന്നത്തെ കാലത്ത് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കൃത്യമായിട്ട് ഒക്കുന്നൊരു വിഭാഗമുള്ളത് വഹാബികളാണ്. അതുകൊണ്ട് തന്നെ അവർ ഖവാരിജിൻ്റെ ഹുക്കുമിലാണ് വരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഹദീസിൽ പറഞ്ഞത് ദജ്ജാൽ പുറപ്പെടുമ്പോൾ ആ ഗ്രൂപ്പിൻ്റെ കൂടെ ഇരിക്കും. അപ്പോൾ ദജ്ജാലിൻ്റെ പാർട്ടിക്കാരായ ആൾക്കാർ എങ്ങനെ മഹ്ദി ഇമാമിന് സപ്പോർട്ടായിട്ട് നിൽക്കും? തെളിവും കൂടിയാണ് ഈ വിഷയം വരുന്നത്. അപ്പോൾ ഖാസിം ഉസ്താദ് പറഞ്ഞതിൽ എന്തുണ്ട്? കുറേ യാഥാർത്ഥ്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ സ്വീകാര്യമായിട്ടുള്ളതും സന്തോഷകരമായ പഠനങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് പല വിഷയങ്ങളിലും ഉണ്ടെങ്കിലും ഒരുപാട് ചിന്തിക്കാൻ വകുപ്പ് നൽകുന്നതായിട്ടുള്ള പ്രഭാഷണങ്ങളാണ് അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഈ നമ്മുടെ നാട്ടിൽ ഒരു മുഫക്കിറുൽ ഇസ്ലാം എന്ന് പറയാൻ പറ്റുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് നമുക്ക് ഖാസിം ഉസ്താദിനെ പറയാൻ പറ്റുമെന്ന് പറയാൻ കാരണം അതാണ്. ഈ ദജ്ജാൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളാണെന്ന് ഖാസിം ഉസ്താദ് പറയുന്നത്, അതിനെക്കുറിച്ച് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്? ദജ്ജാലിൻ്റെ ഐഡൻറ്റിറ്റിയെ പറ്റിയിട്ട് പ്രധാനമായിട്ടും 4 അഭിപ്രായമാണ് ഉലമാക്കൾക്കുള്ളത്. ഒരഭിപ്രായം എന്താ വെച്ചാൽ ദജ്ജാൽ എന്ന് പറയുന്നത് ഇവരെ മറ്റേ ഈ ഇബ്നു സയ്യാദ് എന്ന് പറയുന്ന ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തുണ്ടായിരുന്ന ആളാണ്. അവരെ ജൂത കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. അവരാണ് ദജ്ജാൽ എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. അത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. അത് സ്വഹാബാക്കളുടെ ഇടയിൽ പോലും അഭിപ്രായ രണ്ടും പറഞ്ഞിട്ടില്ല. ഒരു ആംബിഗ്വസ് ആയിട്ട് വിട്ടൊക്കെയാണ്. ഈ പറഞ്ഞ ഇബ്നു സയ്യാദ് ചരിത്രവും ഭയങ്കര അത്ഭുതമാണ്. അത് കുറേ വിശദീകരിക്കുകയാണ്. അതിലേക്ക് പോയാൽ നമ്മൾ ചർച്ച പിന്നെ നീണ്ടുപോകും. അപ്പം ഇതിൽ സ്വഹാബാക്കളുടെ ഇടയിലും അദ്ദേഹം ഈ പറഞ്ഞ സ്വഹാബാക്കളുടെ ഇടയിൽ ഇബ്നു സയ്യാദ് ഒരു സംശയദൃഷ്ടിയിലാണ് കഴിഞ്ഞത്. സ്വഹാബാക്കളുടെ കാലഘട്ടത്തിന് ശേഷവും ഈ പറഞ്ഞ ഇബ്നു സയ്യാദ് ഇമാമിങ്ങളുടെ ഇടയിലും ചിലർ ആ വ്യക്തിനെ ദജ്ജാലായിട്ട് പരിചയപ്പെടുത്തുന്ന ചിലർ അങ്ങനെയല്ല എന്നും പറയുന്നുണ്ട്. കുറേ ചർച്ചകളുള്ള. അപ്പോൾ ഒരു അഭിപ്രായം ഇബ്നു സയ്യാദാണെന്നുള്ളതാണ്. മറ്റൊരു അഭിപ്രായം ദജ്ജാൽ ആരാണെന്നുള്ളതിനെ കുറിച്ച് പറയുന്നത് ദജ്ജാൽ നൂഹ് നബിൻ്റെ കാലഘട്ടത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഒരഭിപ്രായം. എൻ്റെ ഓർമ്മ ശരിയാണ്. അത് പറഞ്ഞിട്ടുള്ളത് അബ്ദുള്ള സിറാജുദ്ദീൻ എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതണ്ട്, മഹാനരുണ്ട്. അദ്ദേഹമാണ് ഈ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അതായത് ദജ്ജാൽ നൂഹ് നബിൻ്റെ കാലത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം അതായത് മുൻകഴിഞ്ഞ അമ്പിയാക്കളൊക്കെ സന്തോഷ വാർത്തകൾ അറിയിക്കുകയായിരുന്നു ചെയ്തിരുന്നത്, നൂഹ് നബിന് മുമ്പ് വന്ന അമ്പിയാക്കൾ. എന്നാൽ നൂഹ് നബിൻ്റെ കാലഘട്ടം തൊട്ടാണ് എന്ത് സംഭവിച്ചത്? ഇത് താക്കീത് കൊടുക്കാൻ തുടങ്ങിയത്, ശിക്ഷകൾ ഭയപ്പെടുത്തി അറിയിക്കാൻ തുടങ്ങിയത് നൂഹ് നബിൻ്റെ കാലത്താണ്. അതിന് 2 കാരണങ്ങൾ പറയണത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം. ഒന്ന്, ഷിർക്ക് തുടങ്ങിയത് നൂഹ് നബിൻ്റെ കാലത്താണ്. മറ്റൊന്ന്, ദജ്ജാൽ സൃഷ്ടിക്കപ്പെട്ടത് നൂഹ് നബിൻ്റെ കാലത്താണ്. അതുകൊണ്ടാണ്. അപ്പം ദജ്ജാൽ നൂഹ് നബിൻ്റെ കാലത്തേ ഉണ്ട് എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. പിന്നെ ഒരു അഭിപ്രായമുള്ള സാമിരിയാണ് ദജ്ജാൽ എന്നൊരു അഭിപ്രായമുണ്ട്. മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തുള്ള മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തുണ്ടായിരുന്ന സാമിരിയാണ് പിന്നെ ദജ്ജാലായി വരുന്നത് എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. പിന്നെ വേറൊരു അഭിപ്രായം ഉള്ളത് ദജ്ജാൽ എന്ന് പറയുന്ന സുലൈമാൻ നബിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു സാഹിറാണ്, ഒരു ദുർമന്ത്രവാദിയാണ്. അവരത് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പിന്നീട് ബന്ധിക്കുകയാണ് ചെയ്തത്. അവരാണ് ആ പറഞ്ഞ ദുർമന്ത്രവാദി ആയിരിക്കും, സാഹിറായിരിക്കും പിന്നീട് ദജ്ജാലായി കൊണ്ട് രംഗപ്രവേശം ചെയ്യുക എന്നുള്ള അഭിപ്രായം കിതാബിലുണ്ട്. അപ്പോൾ എന്തും ആവട്ടെ, ഇനിയിപ്പം നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ദജ്ജാല കാലഘട്ടം കണക്കൂട്ടാൻ ഇബ്നു സയ്യാദ് ആണെന്നുള്ളതാണ് അഭിപ്രായം. അത് വെച്ച് കൂട്ടാണെങ്കിൽ തന്നെ 1400 കൊല്ലത്തിൻ്റെ മേലെയായിപ്പോൾ ദജ്ജാൽ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൽ പിന്നെ തമീം ദാരി റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അദ്ദേഹം ദജ്ജാലിനെ കണ്ട് സംസാരിച്ചൊരു സംഭവം പറയുന്നുണ്ട്. അപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ദജ്ജാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദ്വീപിൽ, ആ ദ്വീപ് മുല്ല അലിക്കാരി റഹ്മത്തുള്ളാഹി അലൈഹിൻ്റെ അഭിപ്രായ പ്രകാരം ആ ദ്വീപ് ഇപ്പോൾ ഉള്ളത് ആലമുൽ ബർസഖിലാണെന്നാണ്.
ആലമുൽ ബർസഖ് എന്ന് പറഞ്ഞാൽ ഒരു ഡൈമെൻഷനാണ്. എന്താ വെച്ചാൽ നമ്മൾ ഒരു ഖബറിലെ ശിക്ഷകളൊക്കെ നടക്കുന്നത് ആലമുൽ ബർസഖിലാണ്, ജിന്നുകൾ ഉള്ളത് ആലമുൽ ബർസഖിലാണ്, അങ്ങനത്തെ ഒരു ലോകമാണ്. അപ്പോൾ ആ ലോകത്തിൽ പറഞ്ഞ ആലമുൽ ബർസഖ് എന്ന് പറയുന്ന ലോകത്തിലാണ് ഈ ദ്വീപുകൾ. അതുകൊണ്ടാണ് ലാഹിറിൽ നമ്മൾ ദുനിയാവിൽ നോക്കുമ്പോൾ ഈ ദ്വീപ് കാണാത്തത് എന്ന് ആരാ പറയുന്നത്, മുല്ല അലിഖ റഹ്മത്തുള്ളാഹി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ദ്വീപിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ദജ്ജാലിൻ്റെ ഒരു സഹായിയായും കൊണ്ട് ജസ്സാസ എന്ന് പറയുന്ന ജിന്നിനവിടെ സ്പൈ വർക്ക് ചെയ്യുന്ന ജിന്നാണ്. ആ ജിന്നാണ് അതിലുള്ളത് ഈ പറഞ്ഞ ദജ്ജാലിന് സഹായിയായിട്ട് ആ ദ്വീപിൽ ഉള്ളത്. അതിൽ ബന്ധിക്കപ്പെട്ട നിലയിലാണ് എന്നുള്ളത് ഉള്ള സംഭവമാണ്. പിന്നെ ചോദിക്കാനുള്ളത്, ദജ്ജാൽ എങ്ങനെയാണ് പുറപ്പെടുക എന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ദജ്ജാലിൻ്റെ പുറപ്പാട് എന്ന് പറഞ്ഞാൽ ഒരു വളരെ ലോകം നശിച്ചു കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ദജ്ജാൽ വരിക. നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് വേൾഡ് എന്ന് പറയാൻ പറ്റും. അതായത് മഹ്ദി റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ വളരെ ഭയാനകമായ യുദ്ധം നടക്കുന്ന, അതാണ് അൽ മൽഹമത്തുൽ കുബ്ര എന്ന് പറയുന്നത്. ഈ മൽഹമത്തുൽ കുബ്രൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതിനെപ്പറ്റി ഹദീസിൽ വന്നിട്ടുള്ളത്, ഒരു പക്ഷി യുദ്ധക്കളത്തിൻ്റെ ഒരു ഭാഗത്തു നിന്ന് പാറിപ്പോകുമ്പോൾ അപ്പുറത്തെത്തുന്നതിന് മുമ്പ് അത് ചത്തു വീഴുന്ന. അപ്പോൾ വാളുകൊണ്ടോ കുന്തം കൊണ്ടോ ഉള്ള യുദ്ധത്തിൽ ഒരിക്കലും പക്ഷി ചത്തു വീഴൂല. ഇനി തോക്കുകൊണ്ട് വെടിവെച്ച യുദ്ധമാണെങ്കിൽ പോലും പക്ഷി ചത്തു വീഴൂല. പക്ഷികൾ ചത്തു വീഴൽ ഒന്നുകിൽ ന്യൂക്ലിയർ ഹോളോകാസ്റ്റ് ഉണ്ടാകുമ്പോൾ ചത്തു വീഴും പക്ഷികൾ, ഇങ്ങനെ ചത്ത് ഇങ്ങനെ വീഴും, അല്ലെങ്കിൽ കെമിക്കൽ വാർഫെയർ ഉണ്ടാകുമ്പോഴാണ് ഉണ്ടാവുക. അപ്പം പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ഇത് കെമിക്കൽ വാർഫെയർ ആണെന്നുള്ളതാണ്. അത്ര വളരെ ഭയാനകമായ യുദ്ധമായിരിക്കും മൽഹമത്തുൽ കുബ്ര. മൽഹമത്തുൽ കുബ്ര കഴിയുമ്പോഴേക്കും കണ്ടമാന ഗനീമത്ത് സ്വത്തുക്കൾ മുസ്ലിമീങ്ങൾക്ക് ലഭിക്കുമെങ്കിൽ ആർക്കും അതിൽ സന്തോഷം ഉണ്ടാവില്ല എന്നാണ്. കാരണം അത്രയും മരണങ്ങൾ നടന്നിട്ടുണ്ടാവും. അങ്ങനെ ലോക ജനസംഖ്യ കുറയും. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ഹലാക്കുൽ അറബ് വരുന്ന അറബികളുടെ ജനസംഖ്യ വളരെ കുറയും. മാത്രമല്ല ആ ഒരു കാലഘട്ടത്തിൽ ആണ് എന്ത് പറയണത്, ഒരു പുരുഷന് 50 സ്ത്രീകൾ എന്നുള്ള അവസ്ഥ വരുന്നത്. അതായത് പുരുഷൻ്റെ ഉത്തരവാദിത്വത്തിൽ അവരുമായി ബന്ധപ്പെട്ട 50 സ്ത്രീകൾ, അത് അവരെ പെങ്ങളാവാം, ഭാര്യ ആവാം, മകളാവാം, അല്ലെങ്കിൽ ഇവരെ അമ്മായി ആവാം. അങ്ങനെ ഒരു പുരുഷന് 50 സ്ത്രീകളെ കാര്യം നോക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നത്. പുരുഷ ജനസംഖ്യ യുദ്ധത്തിൽ പോയിട്ട് വളരെയധികം കുറഞ്ഞിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു ഭയാനക കാലഘട്ടത്തിലാണ് ഈ പറഞ്ഞ ദജ്ജാൽ വരിക. അപ്പോൾ ഈ ദജ്ജാലിൻ്റെ വരവിൻ്റെ സമയത്ത് അന്ന് നടക്കുന്നത് എന്താ വെച്ചാൽ, അതിൻ്റെ 3 വർഷം മുമ്പ് ഫസ്റ്റത്തെ കൊല്ലം 1/3 മഴ തടയപ്പെടും. 2ാമത്തെ വർഷം വീണ്ടും 1/3 തടയപ്പെടും. 3ാമത്തെ വർഷം വളരെയധികം മഴ തടയപ്പെട്ട ഒരു സാഹചര്യത്തിൽ ലോകം ആകെ ക്ഷാമത്തിലും വറുതിയിലൊക്കെ അയക്കണ ഒരവസ്ഥ, വളരെ മോശമായിട്ടുള്ളൊരവസ്ഥ. ആ സമയത്താണ് ദജ്ജാൽ വെളിപ്പെടുക. അപ്പോൾ ദജ്ജാൽ വരുന്നത് ഇസ്ഫഹാൻ എന്നായിരിക്കുന്ന. ഇസ്ഫഹാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവ് ശരി ഇറാനിലുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഇന്നും ഒരു ജൂത സംഘം അവിടെ സെറ്റിൽമെൻ്റ് ഉണ്ട് അവിടെ. അപ്പോൾ അവരിൽ നിന്നുള്ള ജൂതന്മാരേക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യാം. ദജ്ജാൽ ഒരു ജൂതനായിട്ടുള്ള ഒരാളായിട്ടായിരിക്കും വരിക. എൻ്റെ അറിവ് ശരിയാണ് നീണ്ട മുടിയൊക്കെ ആയിട്ട് തൗറാത്ത്, എൻ്റെ ഓർമ്മ ശരിയാണ്, തൗറാത്ത് ഓതിക്കൊണ്ടാണ് വരിക. എന്നിട്ട് ജൂതന്മാരുടെ വിമോചകൻ എന്നുള്ള നിലയിലാണ് പ്രത്യക്ഷപ്പെടുക, രംഗത്ത് വരിക. എന്നിട്ട് ഈ ദജ്ജാൽ ഇസ്ഫഹാനിൽ വന്നാലും അത്ര അറിയപ്പെടില്ല. അവിടുന്ന് പിന്നെ പോയിട്ട് ഷാമിൻ്റെയും ഇറാഖിൻ്റെയും ഇടയിലുള്ള സ്ഥലത്തെത്തുമ്പോൾ അവിടെ വെച്ചാണ് ദജ്ജാൽ ഇൻ്റർനാഷണൽ ആവുക, എല്ലായിടത്തും അറിയപ്പെടുന്നൊരവസ്ഥ വരും. പിന്നെ ദജ്ജാൽ അവിടുന്ന് യാത്രകൾ ആരംഭിക്കും. അപ്പോൾ ഈ ദജ്ജാലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അന്നത്തെ കാലഘട്ടത്തിൽ ലോകം ആകെ ക്ഷാമത്തിലായി നിൽക്കുന്ന ആ സാഹചര്യത്തിൽ ദജ്ജാലിന് ഉണ്ടാവുന്ന ഒരു ഇതെന്താ വെച്ചാൽ, 2 കാര്യങ്ങൾ ദജ്ജാൽ ചെയ്യും. ഒന്ന്, ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. മറ്റൊന്ന്, എൻ്റെ ഓർമ്മ ശരിയാണ്, അല്ലാഹ് മുനാവി റളിയല്ലാഹു അൻഹു ആണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അതൊന്ന് നോക്കേണ്ടത്. അതായത് അത് പറയുന്നത് എന്താ വെച്ചാൽ, ഈ പറഞ്ഞ ദജ്ജാൽ മ്യൂസിക് ദജ്ജാലിൻ്റെ പ്രധാനപ്പെട്ട ആയുധമായിരിക്കുന്ന. അപ്പോൾ എന്താ വെച്ചാൽ, ജനങ്ങളാകെ ഡിപ്രഷനിലും പ്രശ്നത്തിലും ലോകത്തിലൊക്കെ നിൽക്കുമ്പോൾ മ്യൂസിക് കേൾപ്പിച്ചുകൊണ്ട് ജനങ്ങളെ മൂപ്പര് സമാധാനം നൽകും. അപ്പോൾ ഭക്ഷണം, സമാധാനം, ഇത് 2 മൂപ്പരെടുത്തു നിന്ന് ആൾക്കാർക്ക് കിട്ടാതെ തുടങ്ങുമ്പോൾ ജനങ്ങൾ മൂപ്പര് പിന്നാലെ കൂടും. മാത്രമല്ല മറ്റേ പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ഈ ദജ്ജാലിന് ആർട്ടിഫിഷ്യൽ റെയിൻ ടെക്നോളജി ഒന്നും ഉണ്ടാവുന്ന, പക്ഷെ കൃത്രിമ മഴ പെയ്യിപ്പിക്കുന്ന സംവിധാനം. കാരണം ദജ്ജാൽ മഴ പെയ്യിപ്പിക്കുന്ന ഹദീസിലുണ്ട്. അപ്പോൾ 2 രീതിയിലും പറയുന്നുണ്ട്. ഒന്ന്, കൃത്രിമ മഴൻ്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചായിരിക്കും പെയ്യിപ്പിക്കാന്ന്. കാരണം അന്ന കാലത്ത് ഉണ്ടാവും. അതല്ലെങ്കിൽ ഹർക്കയാദത്താണെന്ന് അഭിപ്രായമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ചില ഈ ദീനിനെതിരായി നടക്കുന്നവരിലൂടെ പരീക്ഷണാർത്ഥം അല്ല അത്ഭുതങ്ങൾ പറയുന്ന അതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് ഈ ഇസ്ലാമിക ശത്രുക്കൾക്ക് ചിലപ്പം പരീക്ഷണാർത്ഥം അത്ഭുത സംഭവങ്ങൾ വെളിവാക്കും. ആ നിലയിലാണ് എന്നും അഭിപ്രായമുണ്ട്. എന്താണ് മഴ പെയ്പ്പിക്കും. ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ജനങ്ങൾ എന്ത് ചെയ്യും, ഈ ദജ്ജാലിൻ്റെ കൂടെ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇങ്ങനെയാണ് ആ കാലഘട്ടത്തിനെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് ഇനിയും തുടർന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.